നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു വലിയ വാർത്തയ്ക്കാണ്. ഓണം പെൻഷൻ എപ്പോൾ അക്കൗണ്ടിലെത്തും? അതിലും വലിയ ചോദ്യം, പെൻഷൻ തുക 3000 രൂപ ആക്കുമോ? അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്, 4000 രൂപ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമെന്നുള്ളത്. എന്നാൽ ഈ 4000 രൂപ എന്താണ്? എല്ലാ ക്ഷേമ പെൻഷൻകാർക്കും 4000 രൂപ ലഭിക്കുമോ? 3000 രൂപ പെൻഷൻ വാഗ്ദാനം എപ്പോൾ നടപ്പാക്കും? ഓണത്തിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ തീരുമാനം ഉണ്ടാവുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇവിടെ പെൻഷൻ വാങ്ങുന്ന ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ചിലത് പ്രതീക്ഷയാണ്, ചിലത് രാഷ്ട്രീയ വാഗ്ദാനങ്ങളാണ്, ചിലത് സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളാണ്. യാഥാർത്ഥ്യത്തിൽ അക്കൗണ്ടിലേക്ക് എത്തുന്ന തുക എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ വീഡിയോയിൽ നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓണം അടുത്തെത്തുമ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് നടക്കുന്നത്. പെൻഷൻ വാങ്ങുന്നവർക്ക് ഓണത്തിന് മുൻപ് പണം ലഭിക്കുമോ? എപ്പോൾ ലഭിക്കും? എല്ലാവർക്കും ഒരേ ദിവസം അക്കൗണ്ടിൽ പണം എത്തുമോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ വരികയാണ്. സാധാരണയായി സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഘട്ടം ഘട്ടമായി എത്തുന്നതാണ്. അതുകൊണ്ട് ഒരാൾക്ക് പണം ലഭിച്ച ദിവസം തന്നെ മറ്റൊരാൾക്ക് പണം ലഭിക്കില്ല. അതിനാൽ സോഷ്യൽ മീഡിയ ഈ തീയതിയിൽ എല്ലാവർക്കും പണം എത്തും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ രീതിയിലുള്ള സന്ദേശങ്ങൾ മാത്രം വിശ്വസിക്കരുത്. ഔദ്യോഗിക അറിയിപ്പാണ് പ്രധാനപ്പെട്ടത്. ഇനി ഒരു കാര്യം, 3000 രൂപ എന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? 3000 രൂപ പെൻഷൻ വെറുതെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പെൻഷൻ തുക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാഗ്ദാനം തന്നെയാണ് ഇതിന് പിന്നിൽ. 2026 ജൂണിലും കേരള സർക്കാർ 3000 രൂപ ക്ഷേമ പെൻഷൻ എന്ന വാഗ്ദാനം വീണ്ടും ആവർത്തിച്ചായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രതീക്ഷ സ്വാഭാവികമാണ്. ഇനി എപ്പോഴാണ് ഈ 3000 രൂപ ലഭിക്കുക? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷെ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. വാഗ്ദാനം ഒന്നാണ്, പക്ഷെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന തുക മറ്റൊന്നാണ്. ഈ രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. കാരണം 2000 രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ 3000 രൂപ ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. ഈ മസ്റ്ററിങ്ങിനെല്ലാം ശേഷം ഒരു പക്ഷേ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരുപാട് പേരെ ഒഴിവാക്കാനും ഒരുപാട് പേരെ ആഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. പിന്നീടായിരിക്കും ഈ ഒരു 3000 രൂപ എന്നുള്ള ഒരു തുക അവതരിപ്പിക്കുക. ഇനി അതുപോലെ 3000 രൂപ ഓണത്തിന് ലഭിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഓണം അടുത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചോദിക്കും, ഈ ഓണം 3000 രൂപ മുതൽ ആരംഭിക്കുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പെൻഷൻകാർ വലിയ പ്രതീക്ഷയുമാണ്. എന്നാൽ 3000 രൂപ എന്ന തുക പ്രാബല്യത്തിൽ വരാൻ സർക്കാർ ഔദ്യോഗിക തീരുമാനം വളരെ അത്യാവശ്യമാണ്. അതിനാൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് ഇനി പ്രധാനമായി നോക്കേണ്ടത്. അതുവരെ സോഷ്യൽ മീഡിയയിലെ തലക്കെട്ടുകൾ മാത്രം നോക്കി 3000 രൂപ ഉറപ്പാക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ 4000 രൂപ വാർത്ത, ഇതാണ് മറ്റൊരു സംശയം ജനങ്ങൾക്ക്. ഓണത്തിന് 4000 രൂപ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമെന്നുള്ള വാർത്ത. ഇത്തരത്തിലുള്ള വാർത്തകൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമാണ്, 4000 രൂപ എന്നത് പുതിയ മാസ പെൻഷൻ തുകയാണോ, അല്ലെങ്കിൽ ഒന്നിലധികം മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കുന്നതാണോ എന്നുള്ളത്. ഓണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആനുകൂല്യമായിട്ടാണ് ഈ 4000 രൂപ പല ചാനലുകളും പറയുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ 4000 രൂപ എന്ന സംഖ്യ മാത്രം കണ്ടാൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവും. അതുകൊണ്ട് പെൻഷൻകാർ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 3000 രൂപയും 4000 രൂപയും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3000 രൂപ എന്നത് പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുപോലെ 4000 എന്നത് ഓണത്തോടനുബന്ധിച്ച് ഒന്നിലധികം തുക ഒരുമിച്ച് ലഭിക്കുന്ന തരത്തിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് രണ്ടും ഒരേ കാര്യമല്ല. ഒരു വ്യക്തി എനിക്ക് 3000 രൂപ മാസം ലഭിക്കുമെന്നുള്ളതും അതുപോലെ ഓണത്തിന് 4000 രൂപ ഒരുമിച്ച് ലഭിക്കുമെന്നുള്ളതും ഒരുപാട് വാർത്തകളിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 4000 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ വരേക്കും കേരള സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഈ 3000 രൂപ ഉയർത്തുമെന്ന് ഇതുവരേക്കും ഉയർത്തിയിട്ടുമില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തിക ബാധ്യതയാണ്. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപ ആക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിനും പ്രതിമാസം 1000 രൂപ അധികമായി നൽകേണ്ടി വരും. ലക്ഷക്കണക്കിന് ആളുകൾ അത് സർക്കാരിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ ഒരു തുക കൊടുക്കേണ്ടതിന് ആയിട്ട് വരുന്നത് കൊണ്ട് 3000 രൂപ എന്ന തീരുമാനം ഒരു പ്രഖ്യാപനത്തിനപ്പുറം വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും
ഈ 3000 രൂപ പെൻഷനാക്കാൻ സാധ്യതയില്ല. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട്. അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ, അർഹതയുള്ളവർക്ക് പെൻഷൻ കിട്ടാതെ പോകുന്നുണ്ടോ, രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 2026 ജൂണിൽ സർക്കാർ പെൻഷൻ പട്ടിക വിശദമായി പരിശോധിച്ച് അനർഹരെ ഒഴിവാക്കുകയും അർഹരായവർക്ക് ആനുകൂല്യം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അതിനാൽ പെൻഷൻകാർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പെൻഷൻ തുക എത്രയാകും എന്നതുപോലുള്ള നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് സജീവമാണോ എന്നുള്ളതും പരിശോധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാന വിഷയമാണ് പെൻഷൻ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലേക്ക് മാറുകയാണ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണത്തിൽ മാറ്റം വരുന്നതിനാൽ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് വഴി DBT നൽകാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് പ്രത്യേക പരിഗണന തുടരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് പെൻഷൻകാർ ഇപ്പോൾ തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ: ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അതുപോലെ ബാങ്കിലെ വിവരങ്ങൾ ശരിയാണോ, മസ്റ്ററിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക. സെപ്റ്റംബർ 30 അവസാന തീയതി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് പരിശോധിക്കുക. ഇനി ഇപ്പോൾ ഓണത്തിന് എത്ര രൂപയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ 3000 രൂപ ലഭിക്കില്ലെന്ന് പറഞ്ഞതിനാൽ ഈ വിഷയത്തിൽ മുഴുവൻ പശ്ചാത്തലവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് 3000 രൂപന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ 3000 രൂപ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് പറഞ്ഞത്. അതുപോലെ 3000 രൂപ വാഗ്ദാനം, ഈ 4000 രൂപ പ്രചരണം, എല്ലാ കാര്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ വളരെ വ്യക്തമായി പറയാം, നിലവിൽ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ നിരക്ക് 2000 രൂപയാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിൽ പെൻഷൻ 1600-ൽ നിന്ന് ഇപ്പോൾ 2000 രൂപയ്ക്ക് ഉയർത്തിയതായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു അടുത്ത കാലത്താണ് ഈ 2000 രൂപ പിണറായി സർക്കാരാണ് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 3000 രൂപ ഇപ്പോൾ പ്രാബല്യത്തിൽ തുകയല്ല. ഈ 3000 രൂപ പെൻഷൻ ഇനി ഭാവിയിലായിരിക്കും ഇതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ്, മാനദണ്ഡങ്ങളെല്ലാം കഴിഞ്ഞ് ഭാവിയിൽ 3000 രൂപയായിരിക്കും തരാൻ പോകുന്നത്. അതേസമയം സർക്കാർ അത് നടപ്പാക്കുമെന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് 3000 രൂപ പെൻഷൻ ആവുമെന്നുള്ളത്. പക്ഷേ ഈ മാസം 2000 രൂപയാണ് ഇതുവരേക്കും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായി ഈ 2 ഗഡു ഒരുമിച്ച് ഓണത്തിന് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയത്ത് അത് ഔദ്യോഗികമായി ഞങ്ങൾ ഇത് വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പെൻഷൻ ഗുണഭോക്താവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് സജീവമാക്കി വെക്കുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ പ്രധാന കാര്യം, ഇനി ഭാവിയിൽ ബാങ്ക് ത്രൂ ആയിരിക്കും ഇനി എല്ലാവർക്കും പണം എത്തുക. വീട്ടിലേക്ക് പണം എത്തുന്ന നടപടിക്രമങ്ങൾ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ ഓണം, അതായത് ഓണത്തിന് എല്ലാവരുടെയും കയ്യിൽ തന്നെ ഈ പണം എത്തിച്ചേരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ അതിന്റെ ഒരു ആരംഭഘട്ടം തുടങ്ങിയിട്ടില്ല. അതായത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയ്യിൽ പണം എത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഓണത്തിന് തുക കയ്യിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ തന്നെ സജീവമാക്കി വെക്കുക എന്നുള്ളത് പറയുകയാണ്. അതുപോലെ 4000 രൂപ പെൻഷൻ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന പക്ഷം ഞങ്ങൾ അത് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ച കാര്യങ്ങൾ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.